അധികാരമൊഴിയാൻ കഷ്ടിച്ച് ഇനിയും 8 മാസങ്ങൾ ശേഷിച്ചിരിക്കെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഈ അടുത്ത സമയത്തായി പുതിയ പുതിയ ആശയങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ പല ആശയങ്ങളും വളരെ കൗതുകകരവും അതേസമയം പൊതു ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ 4 ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്ന മധ്യവേനൽ അവധി എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി അത് മധ്യവർഷ അവധിയായി, അതായത് ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നത് നന്നായിരിക്കുമോ എന്ന ഒരു വിഷയം അദ്ദേഹം പൊടുന്നനവേ പൊതുസമൂഹത്തിന്റെ മുൻപിൽ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആലോചന നടന്നതായിട്ടോ വകുപ്പ് തലത്തിൽ ഏതെങ്കിലും ശുപാർശകൾ ഉണ്ടായിട്ടുള്ളതായിട്ടോ മന്ത്രിസഭയിൽ ഈ വിഷയം എപ്പോഴെങ്കിലും ചർച്ച ചെയ്തതായിട്ടോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഉൾവിളി ഉണ്ടായപ്പോഴാണ് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നതായി ഈ സമ്പ്രദായത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമോ എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. സ്വാഭാവികമായി ഏത് അഭിപ്രായം അല്ലെങ്കിൽ ഏത് പുതിയ നിർദ്ദേശം വന്നാലും അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകുമെന്നുള്ളത് കേവലം സ്വാഭാവികമാണ്. ഈ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു പ്രസ്താവന വരുമ്പോൾ സ്വാഭാവികമായി പൊതുസമൂഹവും മാധ്യമങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഗൗരവത്തിലെടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ പറയുന്ന മധ്യവേനൽ അവധിയുടെ മാറ്റത്തെ സംബന്ധിച്ചുള്ള വിഷയവും ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് പൊതുസമൂഹത്തിൽ അത് ചർച്ചാ വിഷയമാവുകയും കുറെ വ്യക്തികളും അതുപോലെ തന്നെ കുറെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. ചില രക്ഷിതാക്കളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അധ്യാപക സംഘടനാ നേതാക്കളുമൊക്കെ ഇതിനെ അനുകൂലിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നിർദ്ദേശത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി വളരെ തന്ത്രപരമായ ഒരു നിലപാടെടുത്തത്. ഇതങ്ങനെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമല്ല ഞാൻ മുന്നോട്ട് വെച്ചത്. ഇത് ചർച്ച ചെയ്യപ്പെടണം, പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, അതുപോലെ മറ്റ് പ്രശസ്തരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ചർച്ച ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടതായിട്ട് വന്നു. ഇത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രേരണയുടെ ഫലമായി പ്രഖ്യാപിക്കുന്ന വസ്തുതകളിലൂടെ അല്ല. ഇതിനെക്കുറിച്ചൊക്കെ മന്ത്രിയുടെ തലത്തിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ വരുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. അതൊക്കെ ഒരു പുതിയ പ്രവണതയാണ്. കാരണം മന്ത്രിമാരാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നയപരമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതി എനിക്ക് തോന്നുന്ന ലോകത്തൊരിടത്തുമില്ല. മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ഔദ്യോഗിക മുഖമുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ചെയ്തികളും ഒരു ഔദ്യോഗിക ചെയ്തിയായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. അതാണ് സാമാന്യമായ ബുദ്ധി. അപ്പോൾ ഒരു കാര്യം പുതുതായി പ്രഖ്യാപിക്കുമ്പോൾ ഈ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മന്ത്രിമാർ അവസാനിപ്പിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം പൊതുസമൂഹത്തിന് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് വരണം, ഗ്രഹപാഠം ചെയ്തതായിരിക്കണം, പല തട്ടുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായിരിക്കണം, സഹമന്ത്രിമാരുമായിട്ട് ആലോചിച്ചതായിരിക്കണം, ബന്ധപ്പെട്ട വകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ചിട്ടുണ്ടാകണം. ഇതൊന്നുമില്ലാതെ ഒരു മന്ത്രി എന്ന് പറയുന്നതും സ്വാഭാവികമായി ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രഖ്യാപനം നടത്തുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ആയിരിക്കണം പ്രഖ്യാപനം നടത്തേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഇതുപോലെയുള്ള വിവാദങ്ങൾക്ക് മാത്രമേ അത് തിരികൊളുത്തുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും കൗതുകകരമായി 24 മണിക്കൂറിന് മുൻപ് അദ്ദേഹം നടത്തിയിരിക്കുന്ന മറ്റൊരു വലിയ പ്രഖ്യാപനമാണ് പിൻബഞ്ചുകാരെയൊക്കെ നമ്മൾക്ക്
താമസിയാതെ മുൻബെഞ്ചുകാരാക്കണം. കേൾക്കുമ്പോൾ വലിയ ഉദാത്തമായ വലിയ ഉയർന്ന ഒരാശയമാണ് എന്ന് തോന്നാം. എന്നാൽ അദ്ദേഹം നടത്തിയതായ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതായി കേൾക്കുന്നത് പുറകിലെ ബെഞ്ചിലിരിക്കുന്ന ഒരു സാഹചര്യം, ഭൗതിക സാഹചര്യം മാറ്റി എല്ലാ കുട്ടികളും ഒരേ വരിയിൽ ഏതെങ്കിലും ഒരു പുതിയ ആകൃതിയിൽ ക്ലാസ് റൂമിൽ ഇരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഏതോ ചില സ്കൂളുകളിൽ അവിടുത്തെ അധ്യാപകരുടെ നൂതന ആശയം എന്ന രീതിയിൽ ബന്ധപ്പെട്ട വകുപ്പുമായിട്ടൊന്നും ആലോചിക്കാതെ ചില അധ്യാപികമാർ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ, ക്ലാസ്സുകളിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ അല്ലെ കുട്ടികളെ ഇരുത്തുന്ന രീതിക്ക് മാറ്റം വരുത്തിയതായി ചില സാമൂഹ്യ മാധ്യമങ്ങൾ വെളിപ്പെടുത്തി. അതായത് ഒന്നിന് പുറകെ ഒന്നായി ബെഞ്ചും ഡെസ്കും ഇട്ട് വിദ്യാർത്ഥികൾ ഇരിക്കുന്ന പരമ്പരാഗതമായ രീതി അല്ലെങ്കിൽ കാലപ്പഴക്കം എന്ന രീതി മാറ്റിയിട്ട് കുട്ടികളെ വട്ടത്തിലിരുത്തുക. അതായത് ക്ലാസ് മുറിയുടെ മതിലിനോട് ചേർത്ത് എല്ലാ ബെഞ്ചുകളും ഡെസ്കുകളും ഇടുകയും മുഴുവൻ കുട്ടികളെയും ഏതാണ്ട് അർത്ഥവൃത്താകൃതിയിൽ ഇരുത്തിക്കൊണ്ട് അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് അധ്യാപികയോ അധ്യാപകനോ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാറ്റം ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഒരുപക്ഷെ അതായിരിക്കണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഒരു മാർഗനിർദ്ദേശം കൊണ്ടുവന്നത് എന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ, അതായത് പിൻബെഞ്ചിലെല്ലാം ഇരിക്കുന്നത് കുട്ടികളൊക്കെ താരതമ്യേന ബുദ്ധി കുറഞ്ഞവരും പഠിക്കാൻ പ്രാഗൽഭ്യമില്ലാത്തവരുമാണ്. അവരെ പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരെ പിൻബെഞ്ചിലിരുന്നുകൊണ്ട് കുസൃതി കാട്ടുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നു. അദ്ദേഹം കുറെ കൂടെ കടുത്ത് പറഞ്ഞിരിക്കുന്ന ചില കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നു എന്നൊക്കെയാ പറയുന്നത്. അതൊക്കെ ഒരു അസംഭവ്യമായ ഒരു കാര്യമാണ്. കാരണം ഒരു അധ്യാപകനോ അധ്യാപികയോ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ ഒരു കുട്ടി ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് അദ്ദേഹം ഈ വിഷയത്തിന് കുറച്ച് ഒരു പൊലിപ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ആരെങ്കിലും ധരിച്ചാൽ അങ്ങനെ ധരിക്കുന്നവരെ കുറ്റപ്പെടുത്താനാവുകയില്ല. അങ്ങനെ ശ്രദ്ധയുള്ള അധ്യാപകരുടെ ക്ലാസ്സിൽ നിന്നൊന്നും അനുവാദമില്ലാതെ കുട്ടികൾ ഇറങ്ങി ഓടുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനും അധ്യാപകരായി 10-40 വർഷം പ്രവർത്തിച്ച ഒരാളാണ്. രണ്ടാമത്തെ പ്രധാന വിഷയം, ഈ പിൻബെഞ്ചിലിരിക്കുന്ന കുട്ടികളെല്ലാം പഠിത്തത്തിലൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്ന മുൻവിധി തെറ്റാണ്. കാരണം എനിക്ക് നേരിട്ടറിയാം, പലപ്പോഴും പല ക്ലാസ്സുകളിൽ സതുദ്ദേശത്തോടു കൂടി ഉയരം കൂടിയതായിട്ടുള്ള കുട്ടികളെ പിൻബെഞ്ചിലേക്ക് മാറ്റിയിരുത്താറുണ്ട് ചില അധ്യാപകർ. അത് വളരെ സത്യസന്ധമായി ചെയ്യുന്നതാണ്. കാരണം മുന്നിൽ ഉയരമുള്ള കുട്ടികൾ ഇരുന്നാൽ പിന്നിലിരിക്കുന്ന ഉയരം കുറഞ്ഞ കുട്ടികൾക്ക് അധ്യാപികയുടെ മുഖം നന്നായി കാണാൻ സാധ്യമല്ല എന്നുള്ളത്. എന്നാൽ ആ പിൻബെഞ്ചിലേക്ക് പോകുന്നത് ഉയരം കൂടിയത് കൊണ്ട് അവരെല്ലാം മോശക്കാരാണ്, പഠിത്തത്തിൽ പിന്നാക്കം നിൽക്കുന്നവരാണ് എന്നൊക്കെ വരുന്ന ആ ഒരു സമവാക്യമൊക്കെ എങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചു എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നു, വളരെ കൗതുകകരമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ പിൻബെഞ്ചുകാർ എന്ന് പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പഠിത്തത്തിൽ പിന്നാക്കം നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നാക്കത്തിലേക്ക് കൊണ്ടുവരാനായി മറ്റ് അക്കാദമികമായ മാർഗങ്ങൾ സ്വീകരിക്കണം. സീറ്റ് മാറ്റിയിരുത്തിയത് കൊണ്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി മുൻനിരയിലേക്ക് വരില്ല. അവിടെ വേണ്ടത് ആ ക്ലാസ്സിൽ താരതമ്യേന ബുദ്ധിവൈഭവം കുറഞ്ഞവരും പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളവരുമായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകി അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ള കുറെ കൂടെ ഗൗരവമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോകണം. അല്ലാതെ ഇരിക്കുന്ന സീറ്റ് അർത്ഥവൃത്താകൃതിയിലാക്കിയാൽ അവരൊന്നും പിൻബെഞ്ചർമാരാകത്തില്ല എന്നൊക്കെയുള്ള ഒരു ആശയം വളരെ ബാലിശമാണ്, ദുർബലമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, ഇത് പഠിക്കുന്നതിന് വേണ്ടി, അതായത് ബാക്ക് ബെഞ്ചേഴ്സിനെ ഒക്കെ
ഉദ്ധരിക്കുന്നതിന് വേണ്ടി അത് പഠിക്കാൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനായി ഒരു സമിതിയെ നിയമിച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സമിതിയെ നിയമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാധാരണ ഏർപ്പാടാണ്. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഒരു 10-200 പേജുള്ളതെല്ലാം കൂടെ കുത്തിക്കെട്ടി ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. അതായത് സെക്രട്ടേറിയറ്റിലെ അലമാരകളിൽ വിശ്രമിക്കും. അതിന് പിന്നെ വെളിച്ചം കാണുകയില്ല. അങ്ങനെ ഏതാണ്ട് ടൺ കണക്കിനുള്ള റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിലെ അലമാരയിൽ ഇപ്പോഴും ഇരിക്കുന്നുവെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതൊക്കെ വെറും അർത്ഥമില്ലാത്ത ഒരു വ്യായാമമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 8 മാസം കൊണ്ടൊന്നും ഇതുപോലെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങളൊന്നും വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴുള്ള അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ, ഉദാഹരണമായി അതിൻ്റെ പഠനക്രമം മാറ്റണം, അധ്യാപന രീതിയിൽ മാറ്റം വരുത്തണം, പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തണം, മൂല്യനിർണയത്തിൽ മാറ്റം വരുത്തണം, വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുന്ന മേഖലയിലുള്ള സ്കൂളുകളെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ക്ലാസ്സുകളിൽ അല്പം മോശമായിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിഗണന നൽകണം. ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ ഒരു പരിഷ്കാരത്തിലൂടെ മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതാണ് ആത്മാർത്ഥമായ ലക്ഷ്യമെങ്കിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രിമാർ പൊതുവെയും ഈ തരത്തിലുള്ള വലിയ വലിയ ഉൾവിളി ഉണ്ടായുള്ള ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത് കുറെ കൂടെ ആലോചിച്ചിട്ട് വേണം. അല്ലാതെ ഫേസ്ബുക്കിലൂടെ തങ്ങളുടെ മനസ്സിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സ്ഥാനമല്ല മന്ത്രിമാർക്കുള്ളത് എന്നത് കാണണം. മന്ത്രിമാർ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടക്കുന്ന എല്ലാ പ്രസ്താവനകളെയും പൊതുസമൂഹവും മാധ്യമങ്ങളും ഗൗരവത്തിലെടുക്കും. അതുകൊണ്ട് അർത്ഥപൂർണമായ, വിവേകമുള്ള, ബുദ്ധിപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മന്ത്രിമാരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അത് ദീർഘമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ പൊടുന്നനവേ ഉണ്ടാകുന്ന ഇത്തരം ഉൾപ്രേരണകളുടെ വെളിച്ചത്തിൽ ഒരിക്കലും ഇല്ലാത്തതായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാർ പുനരാലോചിക്കണം എന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്.